ഇട്ടിച്ചിനും ഞാനും ഒരേ ചാനലിൽ 6 വർഷം ഒരുമിച്ചുണ്ടായിരുന്നവരാ. ഇടയ്ക്ക് വെച്ച് അവൻ റൂട്ട് മാറ്റി. അല്ലെങ്കിലും ദുഷ്ടന്മാരെ കടവുൾ പന പോലെ വളർത്തും, ഭക്തന്മാരെ പരീക്ഷിച്ച് കൊല്ലും. ഇട്ടിച്ചൻ അങ്ങനെയുള്ള ആളല്ല. പക്ഷെ എപ്പോ കോപം വരും சொல்ல முடியாது. മുതലാളി വന്നാച്ചു. വാങ്ങോ വാങ്ങോ. 58-16 ഡ്രൈവർ എത്തിയോ? വന്നിട്ടില്ലേ? ആ ഇട്ടിച്ചോ, അയ്യരോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യര് പറഞ്ഞിരുന്നു. ബുദ്ധിമുട്ടാണല്ലോ മാധവ. ഇപ്പൊ തന്നെ ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ഡ്രൈവർമാരുണ്ട്. നമുക്ക് ഒന്നുകൂടി പിടിച്ചു പാക്കണം. വാങ്ങോ. കുടുംബത്തിന്റെ കാര്യം ரொம்ப കഷ്ടമാക്കും. മുതലാളി വിചാരിച്ച മക്കളൊന്നും ചൊവ്വായില്ലല്ലേ? അങ്ങനൊന്നുമില്ല, അവരോരോ കുടുംബങ്ങളായി. മൂത്ത മോടെ വിവാഹം കൂടെ കഴിഞ്ഞപ്പോ പൂപ്പിലേക്കുള്ള ഓട്ടമാ. ഇതൊക്കെ മാധവനെ കൊണ്ട് പറ്റുമോ? ഓടാം. ഈ മുത്തമേട്ട് എന്തായി ജോലിക്കാര്യം? നാളെ മുതൽ കയറിക്കോളാൻ പറഞ്ഞു. ഭഗവാനെ, വേണ്ട വേണ്ട, മതിന്നേ. പറ്റില്ല, ഇന്ന് ഇത്രയും മതി. ഇവന് ഗൾഫിൽ പോകാറായില്ലേ? നീ ലീവ് എത്ര ബാക്കിയുണ്ട്? അവനോട് തന്നെ ചോദിക്കേ. നീ വാക്ക് മാറ്റരുത്. ദിവസം ഒന്നൊക്കെ നീ 100 സമ്മതിച്ചിട്ടുള്ളത്. ഇന്നിപ്പോ 40 ആയിട്ടുള്ളൂ. ഇനി 60 ബാക്കിയുണ്ട്. അപ്പോഴേ ഇനി എത്രയുണ്ട് ബാക്കി? 60. 60? അപ്പൊ 2 മാസം ഉണ്ടോ? ഓ, ലീവിന്റെ കാര്യമാണോ അച്ഛൻ പറയുന്നത്? അതെ, അല്ല പിന്നെ എന്ത് കാര്യ? ഞാനും അതിനെ കുറിച്ചാ പറയുന്നത്. ലീവ് 60 ദിവസം കൂടി നീട്ടി കിട്ടാൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അല്ല, എന്തിനാ വെറുതെ ലീവ് നീട്ടുന്നത്? അമ്മയുടെ കൈ കൊണ്ട് വെച്ച സാമ്പാറും രസവും മാമ്പഴ പുളിശ്ശേരിയൊക്കെ കളഞ്ഞിട്ട് ഈ അറബിയുടെ എരിവും പൊളിയും ഇല്ലാത്ത ബിരിയാണി തിന്നണമെന്ന് ഓർക്കുമ്പോ വേണ്ട വേണ്ട, അങ്ങനെ എന്റെ മേത്ത് ചാരണ്ട. ഞാൻ സത്യം പറഞ്ഞതാ. ജോലി കളഞ്ഞാലെന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തെ ഈ നക്കിത്തീറ്റ കണ്ട് പല ദിവസത്തെ മുക്കിത്തീറ്റയ്ക്കുള്ള ജോലി ഇല്ലാണ്ടാക്കല്ലേ മോനെ. ഡോക്ടറും വേണ്ട. മാധവേട്ടാ, ഇനി നമ്മൾ തമ്മിൽ തെറ്റും. നാട്ടില് വേറെ ഒരുപാട് ബ്രോക്കർമാരുണ്ട്. ഓരോരുത്തന്മാര് പാരം കൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞു. ഉടനെ സ്ഥലം തീരെഴുതിയില്ലെങ്കിണ്ടല്ലോ. ആഗ്രഹമില്ലാണ്ടല്ല കുഞ്ഞപ്പ. ആഗ്രഹിച്ചോണ്ട് മാത്രം കാര്യമുണ്ടോ? ജോർജ് കുട്ടി സംഘടിപ്പിക്കണം. ജോർജ് കുട്ടിയെ അതെ, വേണമെങ്കിൽ ചക്ക വേരുമ്പോഴും കായ്ക്കും. ഒരാഴ്ചക്കുള്ള ആധാരം നടത്തില്ലെങ്കിണ്ടല്ലോ സ്ഥലം ആണുങ്ങളുടെ കയ്യിലിരിക്കും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അച്ഛമ്മേ, എന്താ ഇത്? ഞാനിവരെ കൊണ്ടുപോവാ. എല്ലാവരും അശ്വതി എഴുതിയിരുന്നു. എന്നായാലും ഇത് വേണ്ടേ? അമ്മേ, കമ്പനിക്ക് അടുത്തൊരു വീട് കിട്ടിയിട്ടുണ്ട്. പോകാനും വരാനും ഒക്കെ എളുപ്പാ. അമ്മാവൻ ഏർപ്പാടാക്കിയതാ. ഒക്കെ ശരിയായിട്ട് അറിയിക്കാന്ന് കരുതിയ നേരത്തെ പറയാതിരുന്നത്. നന്നായി. അച്ഛനെ കണ്ട് പറഞ്ഞിട്ടായിക്കൂടായിരുന്നോ ഈ യാത്ര? അച്ഛൻ വന്നാ പിന്നെ അതും ഇതുമൊക്കെ പറഞ്ഞു വെറുതെ. അമ്മ പറഞ്ഞാ മതി, ഞങ്ങൾ ഇടയ്ക്ക് വന്ന് കണ്ടോളാം. ഞാൻ വരില്ല, ഞാൻ വരില്ല. ഞാൻ അച്ഛമ്മയുടെ കൂടെ നിന്നോളാം. നിനക്ക് വണ്ടി കയറാനല്ലേ പറഞ്ഞു? വാ. എന്നെ കൊണ്ടുപോകണ്ടാന്ന് പറ അച്ഛമ്മേ. മോള് വാ, പോയിട്ട് വരാമേ. ഞാൻ പോവില്ല, ഞാൻ പോവില്ല. മോളെ വരാൻ.
വരാനേ പറഞ്ഞ കിടന്ന് കിടന്നത് കേറ് ഇന്നെന്താ ദീപം കൂടുതൽ നാമം ചോദിക്കലൊന്നും ഇല്ലേ? ആരതി എന്തു പറ്റി? ഇങ്ങോട്ട് കേറി വാ. നിങ്ങൾ താമസിക്കാൻ പോകുന്ന വീടല്ലേ? വാന്നേ. നേരം കെട്ട നേരത്താണോ വീട് കാണിക്കാൻ ആൾക്കാരെ കൊണ്ടിരുന്നത്? എനിക്ക് ഇഷ്ടമുള്ളപ്പോ കേറി വരും. അപ്പോഴേ ദിവസങ്ങൾ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ദേ അതാണ് സ്വീകരണ മുറി, അത് ബെഡ്റൂം. വാ വാ കാണിച്ചു തരാം. അങ്ങോട്ട് കയറണ്ട. അതിന്റെ മകന്റെ ബെഡ്റൂം അവര് വല്ല കൊച്ചു വർത്താനം പറഞ്ഞോണ്ടിരിക്കും. വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അയ്യോ, ഇയാൾ ഇതുവരെ അറിഞ്ഞില്ലേ? എന്ത്? മോനും ഭാര്യയും കുഞ്ഞും കൂടും കുടുക്കെ എടുത്തോണ്ട് വീട് മാറിപ്പോയി. നിങ്ങൾ വന്നേന്നേ. അല്ല, മോനും മരുമോളും പോയ വിവരം അങ്ങനെ അറിഞ്ഞില്ലേ? അതെങ്ങനെ? വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ കാര്യം പറഞ്ഞാലല്ലേ അറിയൂ. ആ, അത് നേരാ. പോകാൻ അശ്വതി സമ്മതിച്ചോ? അവൻ നിർബന്ധിച്ചാലും അവള് സമ്മതിക്കാൻ പാടില്ലാത്തല്ലേ? അവള് നല്ലവളാ. അയ്യണ, നിങ്ങൾ വാ. അതുങ്ങൾക്ക് ഇപ്പോഴും കൊഞ്ചല് മാറിയിട്ടില്ല. വയസ്സ് കാലത്ത് കൊഞ്ചും. ഇത്രയും പണം അഡ്വാൻസ് തരാൻ എനിക്ക് പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. ഇട്ടിച്ചൻ എന്നെ കൈവിടരുത്. വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാ. ഞാൻ ഓടി അടച്ചു തീർത്തോളാം. അങ്ങനെയൊക്കെ മാധവനെ തറപ്പിച്ച് പറയാൻ പറ്റുമോ? മനുഷ്യന്റെ കാര്യങ്ങളല്ലേ. ഇന്ന് കാണുന്നവനെ നാളെ കാണത്തില്ല. തന്നെയല്ല, ഒരു പരിചയക്കാരന് പണം കടം കൊടുത്താൽ ആ പണം തിരിച്ചു കിട്ടില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരു ശത്രുവിനെ കൂടെ ഉണ്ടാവുകയും ചെയ്യുമെന്ന് കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ശത്രു ആവില്ല. ആ, ഒരു കാര്യം ചെയ്യ. വൈകിട്ട് പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണും. ആകട്ടെ. ഏതായാലും അങ്ങനെ സംഗതി അങ്ങ് നടന്നു. ഈ ബ്രോക്കർ കുഞ്ഞപ്പോ ഒരു കാര്യത്തിൽ ഇടപെട്ട അത് ഉദ്ദേശിച്ചോടത്തുകൊണ്ട് കെട്ടിയിട്ടേ അടങ്ങുള്ളൂ. 1000 1500 പറഞ്ഞോണ്ട് പലരും വന്നതാ. പക്ഷെ മാധവേട്ടനോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞല്ലോ, അത് മാറ്റണ്ടെന്ന് വെച്ചിട്ടാ. ഇനി മാറ്റിയാൽ തന്നെ ഞാൻ സമ്മതിക്കൂ. ഓട്ടോ ഓട്ടോ വെറുതെ എന്നാ ഞാൻ വരട്ടെ. ശരി, ഞാനുണ്ട്. നമുക്ക് കിട്ടാനുള്ള കയ്യോടെ വലിച്ചാലേ കാര്യമുള്ളേ. അപ്പൊ ഇതിന്റെ പോക്കുവരത്ത് അതൊക്കെ ഞാൻ ഏറ്റുന്നേ. അങ്ങനെ നമ്മളും ഈ ഭൂമിയിൽ 5 സെന്റിന്റെ ഉടമയായി. എന്റെ പേര് തന്നെ എഴുതണ്ടായിരുന്നു. ഓ, ആരുടെ പേര് എഴുതിയാലെന്താ? ഇനി ഒരു വീട് തല്ലിക്കൂട്ടണം. വീടിന്റെ ഒരു പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ? ഭാരതീ ഭവനം. മോഹങ്ങളെ ചില്ലറയൊന്നും അല്ലല്ലോ. ഞാനിപ്പോ പഴയ മാധവനല്ല, ഒരു ഭൂമിയുടെ ഉടമസ്ഥനാ. ഓ, ഉടമസ്ഥൻ എനിക്കൊരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു തരുമോ? പിന്നെന്താ, ശ്രീമതി വരണം. ഓ, ആരെങ്കിലും കാണും. പറഞ്ഞത് ശരിയാണല്ലോ, ആരെങ്കിലും കാണും.